ഹായ് ഹലോ, നമ്മളിന്ന് വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ കൃഷികളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസം മഴയൊക്കെ ഒന്ന് അമർന്നു, ഒരു ചെറിയൊരു തണുപ്പും വെളിച്ചം ഒക്കെ വന്നിട്ടുള്ളൊരു ടൈമാണ് ഈ ഒരു സെപ്റ്റംബർ ടൈം. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കൃഷികളുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് കൃഷികളുടെ തൈകൾ, വിത്തും തൈയും ഒക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് വരുന്നത് തെച്ചിയാണ്. തെച്ചിയൊക്കെ കണ്ടോ, നല്ല ആർത്ത് പൂത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇത് നമ്മളുടെ ടെറസിൽ സ്റ്റാർ ഫ്രൂട്ടാണ്. ഇതൊക്കെ നന്നായിട്ട് കായ്ഫലം കിട്ടുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം. അതുപോലെ മെലസ്റ്റോമേൻ്റെ ഷെയ്ഡുകൾ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതൊക്കെ കണ്ടോ, നന്നായിട്ട് നമുക്ക് ഫ്ലവർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് കൃഷികൾ ചെയ്യാൻ പറ്റിയ കൃഷികളുണ്ട്. കാരണം നമുക്ക് പന്തൽ കൃഷിയൊക്കെ ഇനി ചെയ്ത് തുടങ്ങാം. നമ്മളെ കയ്യിലിപ്പം അവൈലബിൾ ആയിട്ടുള്ള തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റ് നീളം വഴുതന, അതുപോലെ ഗുണ്ടുമുളകിൻ്റെ തൈകൾ, സിറമുളകുണ്ടല്ലോ നീളം മുളക്, അതിൻ്റെ തൈകൾ, വെണ്ട, തക്കാളി, ഇത്രയും തൈകളാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ഒരുവിധം എല്ലാ പന്തൽ കൃഷിയും ഈ ഒരു ടൈമിൽ ചെയ്തു കൊടുക്കാം കേട്ടോ. ഇത് വരുന്നത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ്. വെസ്റ്റ് ഇന്ത്യൻ ചെറിക്ക് നമ്മളടുത്ത് വില വരുന്നത് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ മുളകും തക്കാളിയും വെണ്ടയും അതുപോലെ വഴുതനയുടെ വയലറ്റ് നീളനാട്ടോ, അത്രയും വെറൈറ്റി നമുക്ക് സെയിലിനുള്ളതാണ്. ഇതൊക്കെ വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുക കേട്ടോ. 150 രൂപയുടെ വലുത്, അതിൻ്റെ ചെറുത് 120 രൂപയുടെ, അതിൻ്റെ ചെറുത് 80 രൂപയുടെ, അതിനും ചെറുത് കട്ടിങ്സ് 50 രൂപയുടെ, അങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുക. ഈ മാസം എല്ലാ പന്തൽ കൃഷികളും നന്നായിട്ട് ചെയ്യാം കേട്ടോ. കയ്പ, കോവൽ, പീച്ചിൽ തുടങ്ങിയ എല്ലാ പന്തൽ കൃഷിയും നമുക്ക് ഈ ഒരു മാസം നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ മുളക്, വഴുതന, വെണ്ട, ചീര തുടങ്ങിയ ചീര ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചീര കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ ഈ മുളക് ചെടിക്കൊക്കെ വളമിട്ട് കൊടുക്കുക കേട്ടോ. ഹാപ്ടെക്കിൻ്റെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും എല്ലാം കൂടെ ഉള്ളൊരു മിക്സഡ് വളമാണ് നമ്മൾ ഇതിനിട്ട് കൊടുക്കുന്നത്. മുളക് നമുക്ക് എന്നും വേണ്ട ഒരു പച്ചക്കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് മുളകിൽ കുറച്ച് വെറൈറ്റികൾ കൂടെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ പച്ചക്കറി തോട്ടം ഒന്ന് അലങ്കരിക്കുന്നതിന് തുല്യമായിരിക്കും അല്ലേ. നമ്മളെ കയ്യിൽ ഒരുപാട് വെറൈറ്റി വഴുതനകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം നിലവിൽ ഹരിതയുടെ വിത്തും വയലറ്റ് നീളൻ്റെ തൈകളുമാണുള്ളത്. ഇങ്ങനെ പറമ്പിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ മണ്ണും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം കൂടുതലുള്ള പോലെ തോന്നും. ടെറസിലാണെങ്കിൽ ഇല്ല എന്നല്ല കേട്ടോ പറയുന്നത്, പക്ഷെ മണ്ണിലാകുമ്പോൾ കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ നട്ടുപിടിപ്പിച്ച എന്താണെങ്കിലും അതിൽ നിന്നൊരു കായോ അല്ലെങ്കിൽ ഒരു പൂവോ കിട്ടുന്നത് അതൊരു വലിയൊരു സന്തോഷമാണല്ലേ. അതിൻ്റെ വലുപ്പത്തിലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലോ ഒന്നുമല്ല കാര്യം വരുന്നത്. നമ്മളത് ചെയ്ത് അതിൽ നിന്നൊരു എന്തൊരു കുഞ്ഞു പഴം കിട്ടിയാൽ പോലും അതൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള പച്ചക്കറികൾ, പഴങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇത് വരുന്നത് പീനട്ട് ബട്ടറാണേ. ഇത് വലിയ ടേസ്റ്റ് ഒന്നുള്ളൊരു ഫ്രൂട്ടല്ല, എങ്കിലും ഇത് നമ്മളെ നഴ്സറിയിൽ കണ്ടോ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കണ്ടോ, തൊടുമ്പോൾ തന്നെ അങ്ങനെ അലിഞ്ഞു പോരുന്നുണ്ട്. വലിയ ടേസ്റ്റ് ഒന്നും എന്നാലും പഴുത്തപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് തോന്നി. അല്ലാണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുള്ള ഒരു ഫ്രൂട്ടല്ല കേട്ടോ അത്. ചിലർ ഇതിനായിട്ട് ചോദിച്ച് വരാറുണ്ട്, പക്ഷേ അത്ര പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക, സന്തോഷമായിരിക്കുക. ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.